ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിശദീകരണം കേട്ടാൽ ഞങ്ങൾ ഇവിടെ സഭയോട് മാപ്പ് പറയണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇപ്പൊ വാദി പ്രതിയായിരിക്കുന്ന നിലയിലാണ് ഇപ്പൊ അവർ കാര്യങ്ങൾ പറയുന്നത്. സാർ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ധനകാര്യമന്ത്രിയും തന്റെ ബഡ്ജറ്റ് ചോർത്തിക്കൊടുത്തിട്ടില്ല. അത് തോമസ് ഐസക്കിനുള്ള ഒരു വലിയ അംഗീകാരമായിട്ടായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത്. സാർ, തോമസ് ഐസക്കിന്റെ പ്രസംഗം കുറ്റബോധം നിറഞ്ഞ പ്രസംഗമായിരുന്നു. സാർ, അദ്ദേഹം ഈ സഭയെ വിശ്വാസത്തിൽ എടുക്കേണ്ടതായിരുന്നു. അന്ന് അങ്ങ് ആദ്യമായിട്ടല്ലല്ലോ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങയുടെ 8ാമത്തെ ബഡ്ജറ്റാണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങ് യാതൊരു അവധാനതയും കാട്ടാതെ, അങ്ങ് യാതൊരു ജാഗ്രതയും കാട്ടാതെ നടത്തിയ ഒരു പ്രവർത്തനത്തിന് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ അങ്ങയെ സംരക്ഷിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. സർ, ഈ സംസ്ഥാനത്ത് അങ്ങ് അവതരിപ്പിച്ച ബഡ്ജറ്റ് അങ്ങ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങ് ഇങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ PAയുടെ കയ്യിൽ കൊടുത്തു, ഹൈലൈറ്റ്സ് പുറത്തു വന്നു. സാർ, ധനകാര്യ സെക്രട്ടറിക്കും കുറഞ്ഞത് ധനകാര്യ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, ധനകാര്യ മന്ത്രിക്ക് തലേ ദിവസം രാത്രിയിൽ അങ്ങയ്ക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. വേറെ ആരെയും വായിച്ചു കേൾപ്പിക്കില്ല. ക്യാബിനറ്റ് ചർച്ച ചെയ്യില്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അത് മന്ത്രി തന്നെ ക്യാബിനറ്റിൽ വെച്ച് മന്ത്രിമാരുടെ തിരികെ വാങ്ങും. അതീവ കോൺഫിഡൻഷ്യലായ ഈ മാറ്റർ എങ്ങനെ മന്ത്രിയുടെ PAയുടെ കിട്ടി എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമല്ലേ? അവിടെയാണ് മന്ത്രി ഓഫീസ് ഓഫ് സീക്രസി എന്നുള്ളത് അദ്ദേഹം ലംഘിച്ചിരിക്കുന്നു. ഓത്ത് ഓഫ് സീക്രസി ലംഘിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും അത് മറ്റൊരാളുടെ കയ്യിൽ പറയാൻ പാടില്ല. സാർ, ബഹുമാന്യായ മുഖ്യമന്ത്രി അങ്ങൊന്ന് പരിശോധിക്കണം. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പരിശോധിക്കണം. ഈ മുഴുവൻ കാര്യങ്ങളും ചിത്രത്തോടൊപ്പം 2 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ശരിയായ ചിത്രം അങ്ങേക്ക് കിട്ടും. അങ്ങ് നിഷ്പക്ഷമായി പരിശോധിച്ച് നോക്കുക. ഇതെവിടുന്നാണ് ബഡ്ജറ്റ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഈ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? ഈ ഓരോന്നിന്റെ ഹൈലൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? വർണ്ണ പൊലിമയോടുകൂടിയുള്ള ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ആരാണ്? എത്ര ദിവസം എടുക്കും? സാർ, അങ്ങ് പറഞ്ഞു ബഡ്ജറ്റിലെ ഒരു രേഖയും ചോർന്നില്ല എന്ന്. സാർ, ഈ മെട്രോ വാർത്ത എന്ന് പറയുന്ന പത്രത്തിനകത്ത് നികുതി വരുമാനങ്ങളുടെ ഇളവുകൾ മുഴുവൻ ഇതിനകത്ത് എങ്ങനെ പുറത്തു വന്നു? സാർ, സൗരോർജ പാനലുകളുടെ കരാർ പ്രവർത്തിക്ക് നികുതി 1% നിജപ്പെടുത്തും. കയറ്റുമതിക്ക് ആവശ്യമായ പാക്കിംഗ് വസ്തുക്കളുടെ നികുതി ഒഴിവാക്കും. വാറ്റ് നിയമ ഭേദഗതി പ്രഖ്യാപിക്കും. സാർ, ഇതെല്ലാം നികുതി ഇളവുകളാണ്, അല്ലെങ്കിൽ നികുതി നിർദ്ദേശങ്ങളാണ്. ഇവയെല്ലാം മെട്രോ വാർത്ത എന്നൊരു പത്രത്തിൽ രാവിലെ അച്ചടിച്ച് പുറത്തു വന്നതിനെ പറ്റി ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എന്താ പറയാനുള്ളത്? സാർ, ഇവിടെ ഗുരുതരമായ പ്രശ്നമല്ലേ? അങ്ങക്ക് ചായക്കോപ്പയിലെ കൊടുങ്കാത്തെന്നൊക്കെ പറയാം. അങ്ങനെ കസേരയെന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സഭ തുടങ്ങുന്ന സമയത്ത് എന്താ പറഞ്ഞെന്നറിയാമോ? ബഡ്ജറ്റ് ചോർന്നു, ഞങ്ങൾ നടപടിയെടുക്കും. ഈ ബഡ്ജറ്റ് ചോർന്നു എന്നുള്ളതിന് ഇത്രയും വലിയ ഉദാഹരണങ്ങൾ ഞങ്ങൾ നൽകിയിട്ടും അങ്ങ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? സാർ, ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഈ പത്രക്കാർക്ക് മാത്രമാണോ ഇത് കൊടുത്തതെന്ന് എങ്ങനെയാണിത് ആർക്കറിയാം? ഇൻട്രസ്റ്റഡ് പാർട്ടികൾക്ക് ഈ ബഡ്ജറ്റിന്റെ വിവിധ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് അറിയാതിരിക്കാൻ കഴിയും? ആർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്? ആർക്കെല്ലാം ഇതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട്? ആർക്കെല്ലാം ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്? ഈ കാര്യങ്ങളൊക്കെ നമുക്കെങ്ങനെ അറിയാൻ കഴിയും? സാർ, ബഹുമാന്യനായ ധനകാര്യമന്ത്രി തന്റെ PAയുടെ കയ്യിൽ ഏൽപ്പിച്ചു. PAയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ല. ഏൽപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗം, ബഡ്ജറ്റിലെ റെക്കോർഡുകൾ അത്യാവശ്യമായി ചോർത്തിക്കൊടുക്കേണ്ടവർക്കെല്ലാം ചോർത്തിക്കൊടുത്തിരിക്കുന്നു എന്നുള്ള ഗൗരവതരമായ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാർ, ഇവിടെ അതുകൊണ്ട് സൈബർ ക്രൈമും കൂടി ഇതിനകത്ത് നടന്നിരിക്കുകയാണ്. ഒരു സൈബർ ക്രൈം ഉണ്ടായിരിക്കുന്നു. ഇതിനെപ്പറ്റി ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ലേ സാർ? സാർ, ഇവിടെ ബഹുമാന്യായ ധനകാര്യമന്ത്രി ഒരു അബദ്ധം പറഞ്ഞിവിടെ. ബഡ്ജറ്റ് രേഖ എന്ന് പറയുന്ന സീക്രട്ട് അല്ല എന്ന്. സാർ, ബഡ്ജറ്റ് സീക്രട്ട് അല്ല എങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയെ മാത്രം ഇത് വായിച്ചു കേൾപ്പിക്കുന്നത്? മന്ത്രിസഭാ അംഗങ്ങളെ എന്തുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുന്നില്ല? പോയിന്റ് ഓഫ് ഓർഡർ.
ധനകാര്യമന്ത്രി പറയാത്ത കാര്യമാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാരണം ഒരിക്കലും ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിന്റെ രേഖകൾ സീക്രസി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് പുറത്തുവിടപ്പെട്ടു എന്ന് പറയുന്ന രേഖ ബഡ്ജറ്റിന്റെ രേഖയല്ലാത്തത് കൊണ്ട് അത് സീക്രസി അല്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റ് രേഖ സീക്രസി അല്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതായി പറയുന്ന കാര്യം രേഖയിൽ ഉണ്ടാവാൻ പാടില്ല. സാർ രേഖ പരിശോധിച്ചത് സാർ ഞാനും സുനിൽകുമാർ ഇവിടെ നിന്നുകൊണ്ട് കേട്ടതല്ലേ? അല്ല, രേഖ പരിശോധിച്ച് ഇത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന്റെ ലംഘനമാണ്. IPC 120B ലംഘനമാണ്. സാർ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പരിശോധിക്കട്ടെ. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ച് ഇതിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിനെ പ്രോസിക്യൂട്ട് ചെയ്യണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത്. സാർ, ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് എല്ലാം പുറത്തു പോയിരിക്കുന്നു. രാവിലെ തന്നെ ദിനപത്രത്തിൽ പുറത്തു വന്നിരിക്കുന്നു. സർ, 1947 ഹൗസ് ഓഫ് കോമൺസിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. സർ, അവിടെ ധനകാര്യമന്ത്രി ഹെഗ് ഡാൽട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഹൗസ് ഓഫ് കോമൺസിലേക്ക് നടന്നു പോകുന്ന വഴി സ്റ്റാർ എന്ന് പറയുന്ന പ്ലീസ് സാർ, എന്താണ് സാർ പ്ലീസ് 1947 ഹെഗ് ഡാൽട്ടൺ എന്ന് പറയുന്ന ലേബർ ചാൻസലർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന വഴി അദ്ദേഹം ഒരു വാചകം സ്റ്റാർ എന്ന ദിനപത്രത്തിന്റെ പത്രാധിപരോട് പറഞ്ഞു. ചേംബറിൽ നടന്നു പോകുമ്പോഴാണ് എന്താ പറഞ്ഞത്? നോ മോർ ടു ടൊബാക്കോ, എ പെനി ഓൺ ബിയർ, സംതിങ് ഓൺ ഡോഗ്സ് ആൻഡ് പൂൾസ് ബട്ട് നോട്ട് ഓൺ ഹോഴ്സസ്. ഈ 3 വാചകം നടന്നു പോകുന്ന വഴി അദ്ദേഹം ഒന്ന് പറഞ്ഞു പോയി. സാർ, അപ്പൊ തന്നെ അത് ഈവനിംഗ് ഡെയിലിയിൽ അച്ചടിച്ചു വന്നു. സാർ, ഡാൽട്ടൺ രാജിവെച്ചു. പ്രധാനമന്ത്രി ആജ്ഞ പറഞ്ഞു രാജിവെക്കണ്ട എന്ന്. അദ്ദേഹം സഭയോട് മാപ്പ് പറഞ്ഞ് ആ സ്ഥാനത്തുനിന്ന് രാജിവെച്ച മഹനീയമായ ചരിത്രം നമ്മുടെ രാജ്യത്തും ലോകത്തുമുണ്ട്. സാർ, TT കൃഷ്ണമാചാരി എന്തിനാണ് രാജിവെച്ചത്? നെഹ്റു രാജിവെക്കണമെന്ന് പറഞ്ഞു. മുന്ദ്ര കേസിൽ TT കൃഷ്ണമാചാരി ഒന്നും ചെയ്തിട്ടില്ല. ധനകാര്യ സെക്രട്ടറി LIC ചെയർമാനോട് മുദ്രയുടെ ഷെയർ വാങ്ങിക്കാൻ പറഞ്ഞു. അതിന്റെ പേരിൽ 1.5 കോടി രൂപയുടെ ഷെയർ വാങ്ങിച്ചു. പുറത്തു വന്നപ്പോൾ TT കൃഷ്ണമാചാരി രാജിവെച്ചു. കൃഷ്ണമാചാരി ഒന്നും പറഞ്ഞിട്ടല്ല. സ്വന്തം PAയുടെ തലയിൽ ഇത് ചാരി തോമസ് ഐസക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ധാർമ്മികമല്ല. ഇത് ധാർമ്മികമായ നടപടിയല്ല. ഞാൻ കരുതി തോമസ് ഐസക്ക് ഒരു മാപ്പെങ്കിലും ഈ സഭയിൽ പറയുമെന്ന്. നിങ്ങൾക്കറിയാമോ വിൻസ്റ്റൺ ചർച്ചിൽ ഈ ഡാൽട്ടനോട് പറഞ്ഞു, നിങ്ങൾ മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മാപ്പ്, ഒരു ഖേദം പ്രകടനം ഞങ്ങൾ വിചാരിച്ചിരുന്നു. മിസ്റ്റർ ഐസക്, നിങ്ങൾ 8 ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാണ്. ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം ഇങ്ങനെയാകുന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. മിസ്റ്റർ ഐസക്, ഒരിക്കലും പാടില്ലായിരുന്നു. ചെയ്ത കുറ്റം ഒരു PAയുടെ കയ്യിൽ. സാർ, PAക്ക് എങ്ങനെ കിട്ടും? സാർ, ഞാനും നമ്മളൊക്കെ മന്ത്രിമാരായിരുന്ന ആളുകളല്ലേ. നമ്മൾ കൊടുക്കാതെ PAയുടെ കൈ കിട്ടുമോ? സാർ, ആരുടെ കയ്യിലാണ്? സാർ, ആർക്കാണ് സാർ ഉത്തരവാദിത്വം? സാർ, ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ കൗമുദി കേസ് പറഞ്ഞല്ലോ. സാർ, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കൗമുദി പത്രാധിപർക്കെതിരെയുള്ള കേസ്, K. ബാലകൃഷ്ണനെതിരെയുള്ള കേസ്, അത് പ്രസിൽ നിന്ന് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കൊണ്ടുപോയതിന്റെ പേരിലുള്ള കേസാണ്. അത് വേറൊരു കേസാണ്. പക്ഷേ അവിടെയാണ് ആദ്യത്തെ വിധി ഉണ്ടാകുന്നത്. സാർ, ഇവിടെ അതല്ല. ഇവിടെ മന്ത്രി തന്നെ തന്റെ ബഡ്ജറ്റ് പ്രസംഗം ചോർത്തിക്കൊടുക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഇത് വലിയ നിയമതർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. നിസ്സാരമായി അങ്ങെടുക്കരുത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല എന്ന് നാളെ കാലവും ചരിത്രവും തെളിയിക്കാൻ പോവുകയാണ്. ഒരു സംശയം വേണ്ട സാർ. അതുകൊണ്ട് സാർ, ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇതിനകത്ത് സ്പീക്കർക്ക് റോളുണ്ട്. സാർ, ഇവിടെ ശക്തൻ കൗൾ ഉദ്ധരിച്ചല്ലോ. അതിനകത്ത് പറയുന്നുണ്ട്, ആദ്യത്തെ വാചകം അങ്ങ് പറഞ്ഞ ശരി, ഇറ്റ് വിൽ നോട്ട് എമൗണ്ട് ടു എ പ്രിവിലേജ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു വരി കൂടിയുണ്ട്, ദ ഹൗസ് ഹാസ് ടു എൻക്വയർ അബൌട്ട് ദീസ്. ഹൗസ് എൻക്വയറി ചെയ്യണമെന്ന് ശക്തൻ കൗൾ പറയുന്നു. സാർ, നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിക്കാൻ അങ്ങ് തയ്യാറാകുമോ? ഈ സഭ അന്വേഷിക്കാൻ തയ്യാറാകുമോ? ചീഫ് സെക്രട്ടറി എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു കുറ്റവുമില്ല എന്ന്. സാർ, ഇത് ഏത് ചീഫ് സെക്രട്ടറിയാ സാർ ഈ നിയമങ്ങളൊന്നും നോക്കാതെ ഇതെല്ലാം പറഞ്ഞത്? എന്താണ് സാർ ഇത്? ഈ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഓത്ത് ഓഫ് സീക്രസി